ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. CJ റോയ് ആത്മഹത്യ ചെയ്തത് എന്തിന് എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ വിഷയം ഗൈസ്. CJ റോയുടെ ആത്മഹത്യ എന്ന് പറയുന്നത് അവിശ്വസനീയമായ, ഒരു തരത്തിൽ പറഞ്ഞാൽ വലിയ രീതിയിൽ പേടിപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. എനിക്ക് പല ആളുകൾക്കും ഇത് വളരെ അവിശ്വസനീയമായ, പേടിപ്പെടുത്തുന്ന ഒരു സംഗതിയായിരിക്കും തോന്നുന്നത് ഗൈസ്. പ്രത്യേകിച്ച് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണമെന്ന്, എന്തെങ്കിലുമൊക്കെ സാമൂഹിക പ്രതിബദ്ധതയുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യണമെന്നോ, ജീവിതം കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ചെയ്യണമെന്നോ, വെറുതെ തിന്നുക കുടിക്കുക എന്നല്ലാണ്ട് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളുകൾക്കൊക്കെ മാതൃകയായിരുന്ന, അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ ഊർജം തന്നിരുന്ന ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ജീവിതം 57ാമത്തെ വയസ്സിലല്ലേ. ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയിട്ടുള്ള കാര്യം പറയാല. ഞാൻ ഒരാഴ്ചയായിട്ട് വേറെ കുറേ ഓട്ടങ്ങളുടെ ഇതിൻ്റെയും കാര്യമില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ വാർത്ത ഇങ്ങനെ കേട്ട സമയത്ത് സത്യത്തിൽ ഒന്ന് സ്തംഭിച്ചു പോയി. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കുക? പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ അദ്ദേഹം ജീവിതത്തിൽ അദ്ദേഹത്തിന് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുത്തു. വളരെ കോൺഫിഡൻ്റായ രീതിയിലുള്ള ഒരു ഓറ ഒക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അയാൾ. ഒരുപാട് കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ച, ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് കയറി വന്നൊരു മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ ആർക്കും ഇങ്ങനെ എളുപ്പമൊന്നായിരിക്കില്ല അങ്ങനെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്ന് പറയണമെങ്കിൽ. ആദ്യം അദ്ദേഹം പുറത്ത് എവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൾ ഡോക്ടറേറ്റൊക്കെ ചെയ്ത ഒരാളാണ്. ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലൊക്കെയാണ് PhD ചെയ്തിട്ടുള്ളത് ആൾ. എന്നിട്ട് ക്രിസ്റ്റൽ ഗ്രൂപ്പിലുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം സ്വന്തമായിട്ടൊരു കമ്പനി, കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്നുള്ള കമ്പനി തുടങ്ങി. അത് നല്ല രീതിയിൽ മാർക്കറ്റിങ്ങും സംഭവങ്ങളൊക്കെ ചെയ്തിരുന്നു. സ്റ്റാർ സിംഗറൊക്കെ സ്പോൺസർ ചെയ്ത് അവരായിരുന്നു അല്ലേ. അപ്പോൾ നല്ല രീതിയിൽ ഇൻവെസ്റ്റേഴ്സൊക്കെ അതിലുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇപ്പം ഇങ്ങനെ ആളുടെ ഒരു ഇൻ്റർവ്യൂവിലൊക്കെ ആൾ പറയുന്നുണ്ട്, ഇപ്പോൾ ഇന്ന് മരിക്കുകയാണെങ്കിലും ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മരിക്കും, കാരണം എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ ചെയ്തു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചോളം ഭയങ്കര സന്തോഷവും വളരെ ഒരു അഭിമാനവും വളരെ ഊർജ്ജമാണ് ജീവിക്കുക. അങ്ങനെയുള്ള ഒരു മനുഷ്യനൊക്കെ തീർന്ന് എത്ര അടിപൊളിയായിരുന്നു എന്നൊക്കെ. 57ാമത്തെ വയസ്സിൽ ലൈഫിൽ നേടേണ്ടതൊക്കെ നേടിയെന്ന ഒരു മനുഷ്യൻ പറയുമ്പോൾ, അതൊരു മലയാളി പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സംഗതി ഉണ്ടല്ലോ ഗൈസ്. അങ്ങനെ ഒരു മനുഷ്യനാണ്. IT-യുടെ പറയുമ്പോൾ ED-യുടെയും കൂടി ഇല്ല, IT ഡിപ്പാർട്ട്മെൻറ്റ് ഒരു റെയ്ഡ് വന്ന സമയത്ത് അമ്മയോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് തൊട്ടപ്പുറത്തെ റൂം പോയിട്ട് ബുള്ളറ്റ്, ആളുടെ സ്വന്തം സേഫ്റ്റിക്ക് വേണ്ടി കൊടുത്ത ബുള്ളറ്റ് ഉണ്ട്, ആ ബുള്ളറ്റ് നെഞ്ചത്ത് വെച്ച് ആൾ മരിച്ചത്. അത് സൈലൻസറുള്ള ബുള്ളറ്റായിരുന്നു, അതുകൊണ്ട് ആരും അറിഞ്ഞില്ല. ഇതാണ് സംഗതി. അപ്പം ഞാനിവിടെ എനിക്കൂടെ സ്വാഭാവികമായിട്ടൊരു സംശയം വരുന്നത്, ഒന്നാമത്തെ കാര്യം, അങ്ങനെ റെയ്ഡിൻ്റെ ഇടയിൽ അങ്ങനെ മാറി നിന്നിട്ട് അങ്ങനെ കോൾ വിളിക്കാനൊക്കെ സമ്മതിക്കുമോ എന്നുള്ള സംഭവമാണ്, അറിയില്ല. അത് ED റെയ്ഡിന് മാത്രമാണ് അങ്ങനെ ഉണ്ടാവുള്ളൂ. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഒരു റെയ്ഡ് നടക്കുന്ന സമയത്ത് ആത്മഹത്യ ചെയ്യാൻ മാത്രമുള്ള എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും? അദ്ദേഹം എന്തെങ്കിലും കൃത്രിമത്വം കാണിച്ചിട്ടുണ്ടായിരിക്കുമോ? അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കാം, അതായത് ഇനി ഇങ്ങനെ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വിമർശനം പോലും ഏറ്റുവാങ്ങാൻ പറ്റില്ല, ഞാൻ ഫുള്ള് ക്ലീൻ ആയിട്ടുള്ള ഒരാളാണ്, അങ്ങനെയുള്ള രീതിയിൽ വളരെ നിഷ്കളങ്കനായ ലോലനായിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ, അതായത് ഭാവിയിൽ എന്നെ ആളുകൾ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ ഇതെൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഓറേനെ ബാധിക്കും എന്ന് വിചാരിച്ചിട്ട് ആത്മഹത്യ ചെയ്തായിരിക്കും. ചില ആളുകളുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ചെറിയൊരു കാരണമായിരിക്കും, ആ കാരണത്തിൻ്റെ പുറത്തൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. ഒരു ജീവിതത്തിൽ ഒരുപാട് അങ്ങനെയുള്ള ആളുകളുണ്ട് ഗൈസ്. അവരുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ട് ഒരുപാട് ഹെവിയായ കാര്യങ്ങളൊക്കെ അതിജീവിച്ച് വന്നൊരു മനുഷ്യനൊക്കെ ആയിരിക്കും. പക്ഷേ നിസാര കാര്യങ്ങളുടെ പുറത്ത് ആത്മഹത്യ ചെയ്യും. ഇതെന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മനുഷ്യർ അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാൽ, പല മനുഷ്യരും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചുരുക്കം ചില മനുഷ്യരുടെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളാരും റോബോട്ടുകളൊന്നും അല്ലല്ലോ, ഇമോഷൻസൊക്കെ ഉള്ള മനുഷ്യർ തന്നെയാണ്. അപ്പോൾ എന്താ വെച്ചാൽ അവരങ്ങനെ പല രീതിയിൽ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും. വേറെ എന്തെങ്കിലും ബ്രേക്കപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ ചില സമയത്തൊക്കെ നേടിയെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് തോന്നില്ല ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല ലൈഫിൽ, അങ്ങനെ തോന്നുന്ന സമയത്തൊക്കെ, സമയത്തെന്ന് വെച്ചാൽ ഒരു തൂവലിൻ്റെ ഭാരം പോലും വളരെ ഓവർലോഡായിട്ട് തോന്നുന്നൊരു അവസ്ഥ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇതിലൊന്നും കാര്യമില്ല എന്ന് തോന്നുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ വളരെ ഹാപ്പി ആയിട്ടുള്ള ജീവിതമാണ് എൻ്റെ, സോഷ്യലി എനിക്ക് ഇങ്ങനെ ഒരു ഓവറയാണുള്ളത്, ആളുകളൊക്കെ എന്നെ വളരെ അടിപൊളിയായിട്ടാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്, എൻ്റെ ഒരു ഇമേജ് ഇങ്ങനെയാണ്. അങ്ങനെ ഇമേജ് കോൺഷ്യസിലൊക്കെ വിശ്വസിക്കുന്ന ഒരാൾ ചിലപ്പോൾ എന്താ പറയുക, അയ്യോ ഇതോടുകൂടി ഞാൻ തകർന്നു എന്നൊക്കെ ചിലപ്പോൾ ഓവറായിട്ട് ആങ്ഷ്യസ് ആയിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ അങ്ങനെ ശരിക്കും അങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ ഓവറായിട്ട് ആങ്ഷ്യസ് ആവണതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് ജീവിതം അവസാനിപ്പിക്കാൻ തോന്നിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേസ്. ഇതൊരു സൈക്കോളജിക്കലായ ഒരു കാര്യമായിട്ട് കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ വളരെ സക്സസ്ഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ ഒരു IT റെയ്ഡിൻ്റെ
കാരണത്താൽ ആത്മഹത്യ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴേ അപ്പോൾ ഞാൻ പറയുമ്പോൾ ഇത് വേറൊരു കാര്യം കൂടിയും ചേർത്ത് വായിക്കണം കേസ്. അപ്പോൾ നമ്മൾ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ബിസിനസ് ഗ്രൂപ്പൊക്കെ ഇപ്പോൾ ബൈജൂസിൻ്റെ ഒക്കെ ഒരു അവസ്ഥ എന്താ, എന്നിട്ട് അവർ എന്താ പറയുക, ഇത് തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു ലെവലിലാണ് സംഭവം. ബൈജൂസിൻ്റെ ഒക്കെ എന്തൊക്കെ ഒരു അവസ്ഥ ആലോചിച്ച്. അപ്പോൾ ഇവിടെ ഒരു സക്സസിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ഒരാളാണ് സൂയിസൈഡ് ചെയ്യുന്നത്. അതൊരു IT റെയ്ഡ് വന്നു എന്നുള്ളതുകൊണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും നമ്മൾ അറിഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇതെന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നുണ്ടായിരിക്കും. IT റെയ്ഡിൽ എന്തായിരിക്കും സംഭവം, എന്താണ് അവർ കണ്ടെത്തിയത്, എന്താണ് ഈ സംഗതി എന്നൊക്കെ. എന്തായാലും അദ്ദേഹത്തിൻ്റെ മരണം എന്ന് പറയുന്നത് എനിക്ക് വളരെ ഞെട്ടലോടെ മാത്രമാണ് അത് സ്വീകരിക്കാൻ കഴിഞ്ഞുള്ളൂ കേസ്. അത് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നിയിരുന്നു. എനിക്കത് 2 ദിവസമൊക്കെ ഉറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പോലെ തോന്നി. കാരണം അത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹത്തെ കാണുമ്പോഴും, ഇപ്പോൾ സ്റ്റാർ സിംഗറിലായിക്കോട്ടെ, ഇവർ സ്പോൺസർ ചെയ്യുന്ന പ്രോഗ്രാമുകളിലൊക്കെ എന്താ വെച്ചാൽ വളരെ ബിഗ് ബോസ് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ബിഗ് ബോസിലൊരു പാർട്ട്ണറായിരുന്നു ഇവരില്ലേ. അപ്പോൾ ഈ സമയത്ത് വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ആൾ സംസാരിക്കുന്നത്, ആളുകളടുത്ത് ഇടപഴകുന്ന രീതിയൊക്കെ. അപ്പോൾ ഇവർ റിയൽ ലൈഫ് എങ്ങനെയെന്ന് നമുക്കറിയില്ല കേട്ടോ, പക്ഷെ നമ്മൾ കണ്ടിട്ടുള്ള സംഭവം ഇങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ സൂയിസൈഡ് ചെയ്തു എന്ന് പറയുമ്പോൾ, അതും IT റെയ്ഡിൻ്റെ ആ ഒരു സമയത്ത് എന്നൊക്കെ പറയുമ്പോൾ എനിക്കിത് ഭയങ്കര ഇതാണ് കേസ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആത്മാവ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ. അപ്പോൾ ഇനി എനിക്ക് ആളുകളുടെ അടുത്ത് പറയുള്ള ഒരു വെച്ചാൽ, ഈ ആളുകൾ ദയവ് നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്. കാരണം എന്താ വെച്ചാൽ, എന്നെപ്പോലെ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളെപ്പോലുള്ള ആളുകളുടെ പ്രസൻസ് ആവശ്യമുണ്ട്. അത് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. അല്ലെങ്കിൽ അതുമല്ല, അതല്ല കേട്ടോ മെയിൻ കാര്യം, അതല്ല മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആളുകളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് സ്വന്തം ജീവിതത്തിൽ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ പിന്നെ എന്തപ്പം ഇതിൻ്റെ ഒരു അവസ്ഥ, നിങ്ങൾ ഈ പറയണതിൽ എന്താ കാര്യങ്ങൾ മനസ്സിലാവില്ല. അതുമല്ല, നിങ്ങളുടെ കുടുംബം, കുട്ടികൾ, നിങ്ങളുടെ മാതാപിതാക്കൾ, ഇവർക്കൊക്കെ നിങ്ങൾ ആവശ്യമുണ്ട് ഈ സമൂഹത്തിനൊക്കെ. പിന്നെ അവിടെ വർക്ക് ചെയ്യുന്ന എത്രയും ആളുകൾ, നിങ്ങളുടെ പ്രസൻസ് കൊണ്ട് സന്തോഷം അനുഭവിക്കുന്ന, ജീവിതം വലിയ രീതിയിൽ മാറി മറിയപ്പെട്ടുള്ള എത്ര ആളുകളുണ്ടായിരിക്കും. ഇനി എത്ര പേരെ നിങ്ങൾക്ക് സ്വാധീനിക്കാമായിരുന്നു. ഒരു രൂപ കയ്യിലെടുക്കാനല്ലാണ്ട് തെണ്ടിത്തിരി നടക്കുന്ന എത്ര ആളുകളുണ്ട്, അസുഖങ്ങൾ ബാധിച്ചിട്ടുള്ള എത്ര ആളുകളുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു കേസ്. അപ്പോൾ ഇതൊന്നും ചെയ്യാണ്ട്, അല്ല ഇതിപ്പോൾ ആരുടെ നമ്മൾ പറയണില്ലേ. അപ്പോൾ ഇനിയെങ്കിലും ഇതിപ്പോൾ ഇത് കാണുന്ന ആളുകൾ, ഇപ്പോൾ 10 പേരെങ്കിൽ 10 പേരിൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ സൂയിസൈഡ് ചെയ്യാനൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് അവരത് പറയുന്നത് ദയവ് ഇത് ചെയ്യാണ്ടിരിക്കാം. ഇപ്പോൾ സൂയിസൈഡ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ മിനിമം ഒരു 10, 15, 20 വട്ടം സൂയിസൈഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ കൂടെയാണ് നമ്മൾ പലപ്പോഴും പോയിക്കൊണ്ടിരിക്കേണ്ടായിരിക്കല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. നമുക്ക് ചെറിയ ബ്രേക്ക് എടുക്കണം തോന്നുന്നുണ്ടെങ്കിൽ ബ്രേക്ക് എടുക്കുക, എന്നിട്ട് ഒക്കെ സെറ്റായി ഏകദേശം കോൺഫിഡൻ്റായി തോന്നുന്ന സമയത്ത് തിരിച്ചു വരിക. അത് സൂയിസൈഡ് അല്ല അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഞാനും എൻ്റെ ലൈഫിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു, ഇനി മുന്നോട്ട് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാൻ പറ്റൂല എന്നൊക്കെ. അപ്പോൾ നമ്മൾ തളരാണ്ടിരിക്കുക എന്നല്ല, നമ്മൾ മൊത്തത്തിൽ തകർന്ന് ഇരിപ്പണാവാണ്ടിരിക്കുക. നമ്മൾ വിചാരിച്ച് നടക്കുന്നുണ്ടായിരിക്കും. നമ്മളിപ്പോൾ ലൈഫ് അങ്ങനെയല്ലേ, ഒരു അപ്പ് ഉണ്ടെങ്കിൽ ഒരു ഡൗൺ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഏറ്റവും ഡൗൺ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ചില ആളുകൾക്ക് ഏറ്റവും അപ്പായിട്ട് നിൽക്കുന്ന സമയത്ത് അവരൊരു ചെറിയൊരു ഇതുപോലും ഡൗൺവേർഡായ ഒരു സാധനം മൂവ്മെൻറ്റ് പോലും അവർക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ പ്രത്യേകിച്ച് അവർ ലൈഫ് തകരുന്ന ഒരു അവസ്ഥയൊന്നും ഒരവസ്ഥ ആയിരിക്കില്ലായിരിക്കും, പക്ഷേ ഇങ്ങനെ ഓവറായിട്ട് ആലോചിച്ച് കൂട്ടും ഇങ്ങനെയൊക്കെ കാര്യമുണ്ട്. പിന്നെ ചില സമയത്ത് വളരെ നമുക്ക് ഡൗൺ ആയിട്ടിരിക്കും, നമ്മൾ ഒരുപാട് മെൻ്റലി ഇമോഷണലി ഒക്കെ ഫിസിക്കലി ഒക്കെ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ചെറിയൊരു കാരണം മതി നമുക്ക് ജീവിതമൊക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും ലൈഫ് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ കാര്യം ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ പറയണ പോലെ നിസാരമല്ല സംഗതി എന്നറിയാം. എന്നാലും നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ പോസിറ്റീവായിട്ട് സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഗൈസ്, ദയവ് ഇതാരും സൂയിസൈഡ് ചെയ്യാണ്ടിരിക്കുക. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും, നമ്മളെ ആർക്കും വേണ്ട എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ അയ്യോ എല്ലാം കയ്യിൽ നിന്ന് പോയി തോന്നുന്നുണ്ടായിരിക്കും. ജീവിതത്തിൽ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ ഇനി പറ്റൂല തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. അപ്പോഴും ആലോചിക്കുക, ഒക്കെ ശരിയാവും, ലൈഫല്ലേ, ഒരു താഴ്ച ഉണ്ടെങ്കിൽ ഒരു കയറ്റം ഉണ്ടായിരിക്കും ഗൈസ്. പിന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മളെ ആഗ്രഹിക്കുന്ന, നമുക്ക് പോസിറ്റീവായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ കൂടെ ചെലുത്താൻ സാധിക്കുന്ന ഏതെങ്കിലും ഒരു സ്പേസ് നമുക്ക് ഉണ്ടായിരിക്കും. ഈ സമൂഹത്തിൽ ഒരാളുടെയും ജീവിതത്തെ മെച്ചപ്പെടുത്തിയിരിക്കുമ്പോൾ സാധിക്കും. പിന്നെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എല്ലാം അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പോസിറ്റീവായിട്ട് നടക്കണം എന്നില്ല. ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നെഗറ്റീവായിട്ട് പലതും നമ്മുടെ ലൈഫിൽ സംഭവിക്കും. നമ്മൾ കാരണം പല ആളുകളും വിഷമിപ്പിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായിരിക്കും. ഇപ്പോൾ നമുക്കതിനൊന്നും കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് നമുക്ക് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്നു. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന നമ്മൾ കാരണം ആരെങ്കിലും ഇപ്പോൾ വിഷമിച്ചു വിചാരിക്കാം, നമുക്ക് അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ അവരെ വിഷമിക്കുന്ന ഒരവസ്ഥയിൽ എത്തി വിചാരിക്കുക. ജീവിതമല്ലേ, നമ്മൾ വിചാരിച്ച പോലെ നടക്കണമെന്നില്ല. അപ്പോഴും ഭാവിയിൽ നമുക്ക് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് അതിന് നല്ല രീതിയിൽ അടിപൊളിയായ രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റണം എന്നുള്ള രീതിയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായി തോന്നുന്ന കേസ്. ഞാൻ പലപ്പോഴും ഇപ്പം അങ്ങനെ വിചാരിക്കൽ. അതായത് പല സമയത്ത് നമ്മൾ കയ്യിൽ നിന്ന് പോയിക്കുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലിരിക്കുന്നൊരു സംഭവം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കാരണം പല ആളുകളും വിഷമിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് നമ്മൾ ഒന്ന് തിരിച്ചു വന്നിട്ട് പൂർവാധീന ശക്തിയോടെ തിരിച്ചു വന്നിട്ട്
അവരെയൊക്കെ ഹാപ്പി ആക്കാൻ പറ്റണം, അടിപൊളിയാക്കണം, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും, നമ്മൾ കൂടെ നിൽക്കാൻ നിൽക്കുന്ന സംഗതിയില്ല. നമ്മൾ എത്ര സിനിമകൾ കാണുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് ഗൈസ് ജീവിതം. തകർന്നു വേണ്ടിയിരിക്കും. അപ്പോൾ അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് പോയത് തന്നെ. നമ്മളിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇതൊക്കെ മറക്കണ്ടായിരിക്കും അടുത്ത ന്യൂസ് വരുന്ന സമയത്ത് അല്ലേ. എത്ര ന്യൂസുകൾ നമുക്ക് ഓരോ ദിവസം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ്. അപ്പോൾ അദ്ദേഹം ജീവിച്ചിരിക്കുകയാണെങ്കിൽ എത്ര ആളുകൾക്ക് സന്തോഷമായിരുന്നേനെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നഷ്ടം സംഭവിച്ചു അല്ലേ. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൽ അദ്ദേഹം പോയിട്ട് തന്നെ വേറൊരാൾ വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിന് പോലും ചിലപ്പോൾ വലിയ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ മരണം കൊണ്ട് ഉണ്ടാവണമെന്നില്ല. നമുക്കറിയാവുന്നല്ലേ, ആളുകളൊക്കെ പലപ്പോഴും ആളുകൾ വളരെ പെട്ടെന്ന് റീപ്ലേസ് ചെയ്യും, കുറച്ച് ദിവസം കഴിഞ്ഞാൽ മറക്കും. എല്ലാ കാലത്തും ആളുകൾ ഇതിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കണ്ടാവും, ഒരിക്കലുമില്ല. അപ്പം നമ്മൾ ജീവനോട് ജീവിക്കുക എന്ന് പറയുന്നത് വളരെ സ്ട്രഗിൾ നിറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അത് ആ റിസ്ക് ഏറ്റെടുക്കുക. പിന്നെ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ ചെയ്യാം. അടിപൊളിയായിരിക്കും തോന്നുന്ന കേസ്. അപ്പോൾ എനിക്കെന്തായാലും ഇത് ഭയങ്കര ആശങ്കയുണ്ടാക്കുന്നൊരു സംഭവമായിരുന്നു. ഇത്രയും സക്സസ്ഫുൾ ആയ ഒരു അവസ്ഥയിൽ നിൽക്കുന്നൊരു മനുഷ്യൻ, ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ ഒരു ഇമേജ് ഉള്ള ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ